2026 അവൻ ഇനി കുറച്ച് സമയങ്ങളോട് മാത്രം. അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഈ 2024, 25, 26 ഒക്കെ 26 ഇപ്പോൾ ആവുന്നേ ഉള്ളൂ. കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും, കുറേ ഉറപ്പ് പറയും. ഇതൊന്നും നടന്നില്ല. പക്ഷേ 26 ഞാൻ പുതിയൊരു മനുഷ്യനാവും. അതിൻ്റെ തുടക്കം എന്നോണം എൻ്റെ ജീവിതത്തിൽ എന്നെ കുടിപ്പിച്ച് കുഴിയിലാക്കിയത് ഇവൻ മദ്യം. ഇവനെ ഞാൻ ഒഴിവാക്കണം. വേറൊരാളുണ്ട്. എന്താന്നല്ലേ, എന്നെ വലിപ്പിച്ച് എൻ്റെ ജീവിതം കുഴിയിലാക്കിയ മറ്റൊരു വലിപ്പീരുകാരൻ, സിഗരറ്റ്. ഇവന് എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഇനി എപ്പോഴും പറയണ പോലെ അല്ല, ഞാൻ 2026 പുതിയൊരു മനുഷ്യനാവും. ഈ അജി പുതിയൊരു മനുഷ്യനാവും. വെയിറ്റ് ആൻഡ് സീ. അവ എന്നാ എറിഞ്ഞത്. അവന് എന്നെ കുടിക്കണ്ടെങ്കിൽ അവൻ വാഷ് ബേസിൽ ഒഴിച്ച് കളയണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം. ഇങ്ങനെയൊക്കെ അടുത്ത് അറിയാൻ പാടുണ്ടോ? ഇവിടെ ന്യൂ ഇയർ ആയിട്ട് ഓരോ മനുഷ്യൻ എന്നെ കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. എന്നിട്ടാണ് കഷ്ടപ്പെട്ട് ക്യൂ എടുത്തിട്ട് എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞേക്കണ്. എന്റെ പള്ള വേദന എടുക്കണം, പള്ള കല്ലിലാങ്ങണ്ട് ഇടിച്ചെന്ന്. പിന്നൊരു കാര്യമുണ്ട്, ഈ ന്യൂ ഇയറിന്റെ തലേ ദിവസം കുറെ മനുഷ്യന്മാരുണ്ട്. നാളെ മുതൽ ഞാൻ അത് ചെയ്യില്ല, നാളെ മുതൽ ഞാൻ ഇത് ചെയ്യില്ല. എന്റെ പൊന്നകിലേ, നമ്മൾ എത്ര എണ്ണത്തിന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുപ്പിയാകിലേ, കുട്ടിയാകിലേ, അതൊക്കെ രണ്ടും കറക്റ്റ് ഉണ്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ എന്ത് സന്തോഷം വേണമെങ്കിലും ഞാനുണ്ടാവും, എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഞാനുണ്ടാവും. ജയിച്ചാലും ഞാനുണ്ടാവും, തോറ്റാലും ഞാനുണ്ടാവും. എല്ലാ പരിപാടിക്കും സെന്ററിൽ ഞാനിങ്ങനെ തല ഉയർത്തിയൊരു നിപ്പുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാനൊരു ഫെസ്റ്റിവൽ മൂഡ് ആണല്ലോ. അപ്പൊ ഏത് മൂഡ്? ഓ, അതല്ലേ ഈ ഫെസ്റ്റിവൽ മൂഡൊക്കെ പറഞ്ഞു വന്നപ്പോ എന്റെ കൂടെ വേറെ തന്നെ കൂടെ അങ്ങോട്ട് എടുത്തിരുന്നില്ല. അവയത് അവിടെ പോയി. ഞാനിവിടെ ഉണ്ട്. സങ്കടം വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂളി തീർക്കാതെ അങ്ങോട്ട് പാടി തീർക്ക്. എനിക്ക് പാടണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്ത്? നിങ്ങൾ കേട്ടിട്ടില്ലേ, പുകവലി പാടില്ല. എന്റെ പൊന്നെ, യവനെ വലിച്ചെറിയല്ല ചില, നിന്നെ കത്തിച്ച് കളയണം, അറിയാവോ? കത്തിച്ച് കളഞ്ഞാലേ കളയോ, എടുത്ത് വലിക്കുകയുള്ളൂ. എടാ, അവസാനം വലിച്ചിട്ടേ നിലത്തിട്ട് ചെരുപ്പിനിങ്ങനെ ഒരു ചവിട്ടുണ്ടല്ലോ, അത് ചെയ്യണമെന്നാ പറഞ്ഞത്. അതാണ് എന്റെ അവസ്ഥ. ഇവിടെ ഇവിടുത്തെ ഇറങ്ങി പോയില്ലേ, അവന് എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ ഞാൻ വേണം. ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോ ഞാൻ വേണം. എന്നിട്ട് എന്തിനാണ് എന്റെ അടുത്ത് വിളയെറിഞ്ഞത്? എടാ, അതറിയത്തില്ലേ, പുകഞ്ഞ കൊള്ളി പുറത്ത്. വേറൊരു കേസുണ്ട്. ഈ ഇപ്പൊ പോയില്ലേ, അവന്റെ ഓഞ്ഞ ചുണ്ടിലിരിക്കണേക്കാൾ നല്ലത് പോവാത്തയാണ്. അവന്റെ ചുണ്ടി ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ പക്ഷെ ഞാൻ ഇരിക്കുന്നെങ്കിൽ ഒരാളെ ചുണ്ടി ഇരുന്ന നല്ല രസമായിരുന്നു. ആരുടെയാടാ? മെഗാസ്റ്റാർ മമ്മൂക്കയുടെ. കളങ്കാവൽ സിനിമയില് മമ്മൂക്കയുടെ ചുണ്ടില് ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കണം കാണാൻ എന്ത് രസമാണ്. വെളിച്ചം പൊങ്കതേ പരവസം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം. ഇങ്ങനെ വലിച്ചിട്ടേ മമ്മൂക്ക റൗണ്ടില് പുക വിടും. രജനീകാന്താണ് ഇങ്ങനെ റൗണ്ടിൽ പുക വിട്ടിരുന്നെങ്കിലേ പുകയ്ക്ക് മീതെ കൂടെ ഡൈവ് അടിച്ചേനെ. എന്നിട്ടൊരു ഡയലോഗും പറഞ്ഞേനെ, ഞാൻ 1 വാട്ടി വലിച്ച 100 വാട്ടി വലിച്ച മാതിരി എന്ന്. പിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, നീ കൂടുതൽ കിടന്ന് അഹങ്കരിക്കൊന്നും വേണ്ട. എടാ, നരസിംഹ സിനിമയില് നമ്മളെ ലാലേട്ടൻ ഒരു കുളക്കടവിൽ ഇരുന്നിട്ട് എന്റെ കഴുത്ത് പൊട്ടിച്ച് എന്നെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് കൈവച്ച് തണ്ട ഇങ്ങനെ 2 ആട്ടിയിട്ട് ആ കുളത്തിലെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ബ്ലക്കനെ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒരടി. ഓക്കടാ മോനെ, രോമാഞ്ചം. അന്തസ് അന്തസ്. പക്ഷെ നമുക്ക് എന്നെ വലിച്ചതാണ് മാസ്. എടാ, അത് മാസാണെങ്കിലും ഇത് ഗ്ലാസ് ആണ്, ഗ്ലാസ്. ഞാൻ വെറുതെ പറഞ്ഞ നീ കരയണെന്തിന്? പിന്നെ ആര് കരയാണ്? എടാ, ആ തീറ്റിപ്പണല്ലേ കരയണത്? മധുരം മോളാ? മധുരം മോളെ അവിടെ കിടന്ന് കരയാതെ ഇങ്ങോട്ട് വാ. വാ വാ വാ. മധുരം
നീ എന്തിനാണ് കിടന്ന് കരയണത്? നിങ്ങളെയൊക്കെ ഇവിടെ കളഞ്ഞിട്ടേ അവ അങ്ങോട്ട് വന്നില്ലേ, മുറിക്കകത്ത് കേറിയില്ലേ, എന്നിട്ട് മേശപ്പുറത്ത് ഞാൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ എന്നെ വന്ന് ഇങ്ങനെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഷർട്ടും പാന്റും ഒക്കെ അഴിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് നോക്കി കണ്ണാടിയില്. എന്നിട്ട് അവിടെ നിന്ന് കണ്ണെടുത്ത് എന്നെയും ഒരു നോട്ടം. അത് കഴിഞ്ഞ് പിന്നെയും കണ്ണാടിയിൽ നോക്കിയിട്ടേ അവൻ പറയാ കട്ട് ചെയ്യണോന്ന്. ഷുഗർ ഇത്രയായിട്ട് അവൻ പറയാ ഇന്ന് മുതൽ ഷുഗർ കട്ടാണെന്ന്. അവൻ ഷുഗർ കട്ട്. ഞാൻ എങ്ങനെ സഹിക്കും? അവൻ എന്നെ കഴിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ എന്നെ എന്തിനാ പൊട്ടിച്ചു വെക്കണത്? അത് നിങ്ങൾ പറ. അവ ഇവിടെ ജനിച്ചത് മുതൽ ഇതുവരെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും അവര് എന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. എന്റെ അടുത്താണ് ഇങ്ങനെ കാണിക്കണത്. എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? എന്നാലുമേ എന്റെ ചേട്ടന്മാരെ ഞങ്ങളെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലും. എന്നാലുമേ എന്റെ ചേട്ടന്മാരെ ഞങ്ങളുടെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലും. വേണമെങ്കിലും എന്നെ വേണ്ടെങ്കിലും ഈ പൊതിയൊന്നഴിക്കാതിരുന്നു കൂടെ. തന്നാന താന താന താനേ തന്നാന താന താന താനേ തന്നാന താന താന താനേ തന്നാന താന താന താനേ. അതെ, അവന് പാട്ടിന് മധുരം വേണം, അവന്റെ വാക്കുകൾക്ക് മധുരം വേണം. എന്നിട്ട് ഈ മധുരത്തിന് തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണ്? എവിടത്തെ ന്യായം? എടി, ഞാനൊരു കാര്യം പറയാം. ഇതിന് അവനോട് നീ പ്രതികാരം ചെയ്യണം. വെറും പ്രതികാരമല്ല, അവനെ കാണിച്ച് കൊതിപ്പിക്കണം. കൊതിപ്പിച്ച് അവനെ കൊണ്ട് തീറ്റിപ്പിക്കണം. തീറ്റിപ്പിച്ച് അവന് ഷുഗർ വരുത്തി നീ പ്രതികാരം ചെയ്യണം. ഞാൻ പ്രതികാരം ചെയ്യൂല. അതെന്ത് പ്രതികാരം ചെയ്യാത്ത? ഞാൻ പ്രതികാരം ചെയ്താലേ അത് മധുര പ്രതികാരമായി പോകും. എടാ, നീ എന്താ എപ്പോഴും ഈ വലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണത്? ഞാൻ സിഗരറ്റ് അല്ലേ, നീ വലിക്കാതെ എനിക്ക് ഉരുട്ടാൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രതികാരം ഒന്നും ചെയ്യാൻ താല്പര്യമല്ലോ. ഇങ്ങോട്ട് മാറി നടുക്ക് ഞാൻ നിൽക്കും. ഞാനല്ലേ മദ്യം, അപ്പൊ മദ്യത്തിൽ ഞാൻ നിൽക്കും. മധ്യപ്രദേശിൽ പോയി നില്ലിപ്പോ. എന്നാ നീ വല്ല മധുരയിലും പോയി. ഞാൻ മധുരയിൽ പോവും. എന്റെ ബന്ധുക്കളൊക്കെ കുറെ പേര് മധുരയിൽ പോവും. നിനക്കെന്താണോ ഞാൻ മധുരയിൽ പോണേന്? മധുരയ്ക്ക് പോകാതടി മല്ലിപ്പൂ കണ്ണു വെക്കോ. തഞ്ചാവൂർ പോകാതടി തലയാട്ടാമ ബൊമ്മ നിക്കോ. അജിക്കുള്ളത് അജിക്ക് തായി, എനിക്കുള്ളത് എനിക്ക് താ. അജിക്കുള്ളത് അജിക്ക് തായി, എനിക്കുള്ളത് എനിക്ക് താ. അജിക്ക് എനിക്ക് നിനക്കെന്താടാ? അല്ല, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ അജിയില്ലേ, അവനുള്ളത് അവനതാ, എനിക്കുള്ളത് എനിക്കുതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവ ആദ്യം എന്നെ കട്ട് ചെയ്ത്, രണ്ടാമത് അവനെ കട്ട് ചെയ്ത്, മൂന്നാമത് നിന്നെ കട്ട് ചെയ്ത്, അടുത്ത കട്ട് ഏതാണ്? എന്നെയാണോ അടുത്ത കട്ട്? അയ്യോ, ചിക്കൻ. ചിക്കനാ? എന്നാ ചിക്കൻ വരട്ടെ. അല്ല, ചിക്കൻ വരട്ടെ. ചുമ്മാ നോക്കി പാരാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി ഷവായി, നീ എന്തിനാ കിടന്ന് കറങ്ങണത്? ചില്ലും കൂട്ട് കടന്ന് കറങ്ങി അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഇത്രയും കറക്കമുണ്ടോ? പിന്നല്ലാണ്ട് മൂട്ട് കൂടി കമ്പി കുത്തി കയറ്റി ചുറ്റിലും തീയിട്ട് നടുക്ക് കിടന്ന് കറങ്ങും പറയാടാ. അതിന്റെ നെടുവീർപ്പ്. നീ നന്നായിട്ടൊന്ന് വീർത്തിട്ടുണ്ട് എന്റെ ശവായേ. ശവായി നല്ല എന്റെ പേര്. എന്നെ ശരിക്കും വിളിക്കേണ്ടത് ശവമായി. മനസ്സിലായില്ലേ? ശരിക്കും ചില്ലും കൂട്ട് കടന്ന് കറങ്ങുമ്പേ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ വയസ്സായ അച്ഛനെയാ. അയ്യോ, എന്തു പറ്റിയ? അച്ഛന് ഒരുപാട് വയസ്സായോ? എത്ര വയസ്സുണ്ട് അച്ഛന്? ചിക്കൻ 65. അതെ. പിന്നെ അവനെന്തിനാ എന്നെ ഒഴിവാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരിയാണ്, പ്രോട്ടീൻ ഇല്ലേ ഒഴിവാക്കിയത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റൊന്നുമല്ല, എന്നെ മാത്രം അവൻ തിന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇത് എന്നെ കൂടാതെ അവൻ എന്നെ എടുത്ത് മയോണൈസ് മുക്കിയല്ലേ തിന്നണത്. അതാണ് പ്രശ്നം. പിന്നെ എത്ര വലിയവനായാലും എന്നെ തിന്നണമെങ്കിൽ എന്റെ കാല് പിടിക്കണം. അങ്ങനെ എന്റെ കാല് കടിച്ച് വലിച്ചേ കഴിക്കുള്ളൂ. എന്നെ വലിച്ചു കുടിക്കുള്ളൂ. എന്നെ കടിച്ചു തിന്നും. എന്നെങ്ങനെ രണ്ട് കൈകൊണ്ട് പിടിച്ച് വലിക്കൂ. പിന്നെ നാടാ, അങ്ങോട്ടും ഇങ്ങോട്ടും വീമ്പ് പറഞ്ഞോണ്ടിരിക്കാതെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഒരു സത്യാവസ്ഥ പറയാം. നമ്മളെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ നിലനിൽക്കുന്നത് തന്നെ രണ്ട് സാധനം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഒന്ന് ലോട്ടറി എടുക്കുന്നത് കൊണ്ടും ഒന്ന് കുപ്പി എടുക്കുന്നത് കൊണ്ടും. പക്ഷെ ലോട്ടറി എടുക്കുന്നതിനേക്കാളും നല്ലത് കുപ്പി എടുക്കുന്നതാണ്.
ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴേ അടിക്കുള്ളൂ, പക്ഷേ കുപ്പി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിച്ചിരിക്കും. അതുകൊണ്ട് സാധനം എടുത്തു കഴിഞ്ഞാൽ ഖജനാവിൽ 10 പൈസ വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ അടിച്ചാലേ നമ്മളെ ഖജനാവിൽ പൈസ വരും. ഏത് സാധനം കൗണ്ടർ അടിക്കണം. അല്ലേ ഇല്ലേ, എനിക്ക് ഒരു കാര്യം ഇപ്പം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ 4 പേരെ ഒഴിവാക്കിയിട്ടേ ഇപ്പൊ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണ്? നന്നാവാൻ. എന്ന് നന്നാവാൻ. കോമഡി എന്ന് പറഞ്ഞാ ഈ മനുഷ്യന്മാർക്ക് ഒരുത്തൻ നന്നാവണത് വേറൊരുത്തനെ കണ്ടു, എന്നിട്ട് അവന്മാർ എന്നെ പറയും നന്നാവാൻ. ഈ മനുഷ്യന്മാരൊരിക്കലും നന്നാവൂല. ഞാൻ ബെറ്റ് വെക്കാം, നിങ്ങൾ നോക്കിക്കോ. ഒരാഴ്ചക്കുള്ളിൽ അവ എന്നെ തിന്നും. ഞാൻ പറയണത് അത്രയൊന്നും വേണ്ട, 4 ദിവസത്തിനകത്ത് അവൻ എന്നെ തിന്നും. ഞാൻ പറയണത് 2 ദിവസം, അതിനുള്ളിൽ എന്നെ വലിച്ചിരിക്കും. 2 ദിവസം ഒന്നും വേണ്ട, ഒറ്റ ദിവസം മതി. നാളെ നേരം വെളുക്കുമ്പോൾ വിറയിൽ തുടങ്ങുമ്പോൾ അവ എന്റെ അടപ്പ് തുറക്കും, ക്ലാസ്സിൽ ഒഴിക്കും, കുടിക്കും. നമുക്ക് നോക്കാം എത്ര ദിവസം പോകും. അല്ല അങ്ങോട്ട് നോക്ക്, നമ്മൾ നോക്കുകയല്ലേ. എന്നെ നോക്കാനല്ല പറഞ്ഞത്, അങ്ങോട്ട് നോക്ക്. എവിടെ? എടാ നമ്മളെ 4 പേരെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് നോക്ക, അടിച്ച് ഫിറ്റായി 4 കാലാണ് പറഞ്ഞത്. എടാ, നിനക്ക് ഞാൻ ഒരു ദിവസം സമയം തന്നില്ലടാ, 1 മണിക്കൂർ പോലും പിടിച്ചിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോടാ. കഷ്ടം തന്നെ കേട്ടോ. അതെ, ഈ മനുഷ്യന്മാര് ഒരു കാര്യം മനസ്സിലാക്കണം. പ്രതിജ്ഞ എടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. അതെ അതെ. എടാ, നീ നന്നാവണമെങ്കിൽ നന്നാവണമെന്ന് നിനക്ക് തന്നെ തോന്നണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ, നീ എന്നെ വലിച്ച് ചാരമാക്കുമ്പോൾ ചാരമാകുന്നത് ഞാൻ മാത്രമല്ല, നീയും കൂടെയാണ്. നീ ആരോടെടാ ഈ സന്ദേശം പറയണത്? എടാ, നിന്റെ നെഞ്ചത്ത് എന്റെ നെഞ്ചത്തും പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടും പിന്നെയും പോയി ഇത് മേടിച്ച് വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന അവന്മാരോടൊന്നും സന്ദേശം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ ഈ സന്ദേശമൊക്കെ കേട്ടിട്ട് മനുഷ്യന്മാര് ഇനിയെങ്കിലും നന്നാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തില് നമുക്ക് 2026 സന്തോഷപൂർവ്വം ഇങ്ങ് വരവേൽക്കാം. അപ്പൊ എങ്ങനെ? ഹാപ്പി ന്യൂ ഇയർ! നീ എന്തിനിങ്ങനെ വലിച്ചു നീട്ടി പറയണേ? ഞാൻ സിഗരറ്റ് അല്ലേ, അതുകൊണ്ട് വലിച്ചേ പറയൂ. അപ്പൊ